പറഞ്ഞാലും ഒരു മറുപടി പോലും പറയാതെ തല കുമ്പിട്ടിരുന്നോണം. അതല്ലേ ആകെ കൂടി അറിയൂ. ഇല്ലെങ്കിൽ ഹരിസാറിൻ്റെ ഭാര്യയാകില്ലായിരുന്നോ നീ? അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞെട്ടിത്തെരിച്ചിരുന്നു പോയി ദേവു. അപ്പോൾ എന്നോടൊന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ചേച്ചിയുടെ അനീതയുടെ മുന്നിൽ പൊട്ടലാകില്ലായിരുന്നു കേട്ടോ. പറഞ്ഞുകൊണ്ട് നന്ദൻ എഴുന്നേറ്റ് ചെന്ന് അലമാര തുറന്നു. ദാ, ഇഷ്ടമാണെന്നൊന്നും എനിക്കറിയില്ല. ഒരു കവർ അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ ദേവുവിൻ്റെ കൈകൾ വിറകൊണ്ടു. ഒപ്പം മറ്റൊരു കവർ കൂടി നന്ദൻ എടുത്തുകൊണ്ട് വന്നു. ഞാൻ വക്കീലിനെ കണ്ടില്ല, സംസാരിച്ചിട്ടുണ്ട്. രണ്ടാളും പരസ്പരം സമ്മതത്തോടെ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ആകില്ലെന്നാണ് സാറ് പറഞ്ഞത്. പിന്നെ ഇതൊക്കെ അറിയുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും താങ്ങില്ല. അതുകൊണ്ട് അവരോട് എന്നോട് ഒത്തുപോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ മതി. തൻ്റെ വീട്ടിലും അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ഇതൊക്കെ ഇപ്പം പറയണമെന്ന് കരുതിയതല്ല. പക്ഷേ ഇന്ന് തനിക്ക് ഡ്രസ്സ് വാങ്ങി തന്നില്ല എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും ഒരുപാട് എന്നെ വേദനിപ്പിച്ചു. അതുകൊണ്ട് മാത്രം പറഞ്ഞതാ. അന്നും അവളുടെ ദുഃഖങ്ങൾ കേട്ടുകൊണ്ട് തലയിണ കണ്ണീരിൽ കുതിർന്നു. അവളിൽ നിന്നുതിർന്ന നെടുവീർപ്പറിയാതെ കൊണ്ട് നന്ദൻ അരികിലായി കിടന്നുറങ്ങിയിരുന്നു. വെളുപ്പാങ്കാലത്തെ തുടങ്ങിയതാണ് ദേവൂട്ടി പാചകം. 3 മണി കഴിഞ്ഞപ്പോൾ ഉണർന്നതാണ് ആള്. 4 മണിയോടെ സരസ്വതി അമ്മയും എത്തി. നന്ദൻ ഓണക്കോടി വാങ്ങിയ കാര്യം അവൾ അമ്മയോട് ആദ്യം പറഞ്ഞു. അത് കേട്ടതും അവർക്ക് ഒരുപാട് സന്തോഷമായി. എന്നാലും അവന് വേണ്ടി യാതൊരു വക്കാലത്തും അമ്മ അവളോട് സംസാരിച്ചില്ല. ദേവുവാണ് പാചകമൊക്കെ. അമ്മ എല്ലാത്തിനും കൂടി കൊടുക്കുന്നതേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞ് അച്ഛനും വന്നു. പിന്നെ എല്ലാവരും കൂടി നാട്ടുവർത്തമാനവും അവരുടെ ഓണവിശേഷങ്ങളും ഒക്കെ പറഞ്ഞു. കഴിഞ്ഞില്ലേ മോളെ ഇതുവരെയും? സരസ്വതി അവളെ വാത്സല്യത്തോടെ നോക്കി. ദേ, ഇപ്പം തീരുവാമേ, കഴിയാറായി. അമ്മ അവിടെ ഇരിക്കുന്നേ. അവൾ എന്തോ കറിയെടുത്ത് നാവിൽ വെച്ച് രുചിച്ചു നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്. സരസ്വതി അമ്മയെ അവൾ കറികൾ നുറുക്കുവാനും മറ്റും ഏൽപ്പിച്ചതേ ഉള്ളൂ. നാളികേരവും മറ്റും ചിരകി കൊടുക്കാൻ ഗുപ്തൻ നായരും ഉണ്ടായിരുന്നു. നന്ദൻ മാത്രം ആ പരിസരത്തേക്ക് പോലും വന്നിരുന്നില്ല. വല്യമ്മയും മരുമകളും കുഞ്ഞാറ്റയും ഒക്കെ എത്തിയിരുന്നു. ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഇരുന്നാണ് വിഭവസമൃദ്ധമായ ഓണസദ്യ കഴിച്ചത്. കാളനും ഓലനും അവിയലും പച്ചടിയും എല്ലാം ഒന്നിനു പിറകെ ഒന്നൊന്നായി തൂശനിലയിൽ നിരുന്നു. എൻ്റെ ദേവുമോളെ, നിന്റെ കൈപ്പുണ്യം അപാരം കേട്ടോ. ഗുപ്തൻ നായർ മരുമകളെ പ്രശംസിച്ചു. അവൾ നിറഞ്ഞ മനസ്സോടെ ചിരിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി. നന്ദൻ്റെ മുഖം മാത്രം മങ്ങിയാണ് കാണപ്പെട്ടത്. അവനാണെങ്കിൽ ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന മട്ടിലിരുന്നു. ഇതൊക്കെ ഈ പ്രായത്തിൽ എങ്ങനെ പഠിച്ചെൻ്റെ കുട്ടിയെ? അസലായിട്ടുണ്ട് കേട്ടോ. വല്യമ്മ കുറച്ച് പച്ചടി എടുത്ത് നാവിൽ വെച്ചുകൊണ്ട് ചോദിച്ചു. കറക്റ്റ് ഉപ്പും പുളിയും എരിവും കേട്ടോ മോളെ, ഒന്നാം തരം. അവർ ദേവികയെ നോക്കി. ധന്യയ്ക്കാണെങ്കിൽ അമ്മായിയമ്മയുടെ ആ പറച്ചിൽ അത്ര പിടിച്ചില്ല. ഞാൻ ഈ PG ഒക്കെ ചെയ്ത് നെറ്റൊക്കെ എഴുതി നടക്കുന്നതുകൊണ്ട് കുക്കിംഗ് ഒന്നും വീട്ടിൽ നിന്ന് പഠിച്ചില്ല കേട്ടോ നന്ദ. ധന്യ നന്ദനെ നോക്കി പറഞ്ഞു. ദേവിക്ക് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെന്നല്ലേ പറഞ്ഞത് എന്നോട്. സോ ഇയാൾക്ക് ഈ കുക്കിങ് അല്ലെങ്കിൽ തുന്നലൊക്കെ പഠിക്കാൻ പറ്റും. ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ എന്നേ. ധന്യ കസേരയിൽ നിന്ന് ഇളകിക്കൊണ്ട് പറഞ്ഞു. ഓ, ഇവളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നല്ലേ. വെറുതെ അല്ല ഈ കറിയും വെച്ച് നടന്നത്, നന്ദൻ മനസ്സിൽ പറഞ്ഞു. പഠനമാണ് ധന്യജി ഏറ്റവും പ്രധാനം, അല്ലാതെ ഈ കുക്കിംഗ് ഒന്നുമല്ല. ചേച്ചി ഹൈ ഡിസ്റ്റിങ്ഷൻ മേടിച്ചില്ലേ പാസ്സായത്, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. നന്ദൻ്റെ എടുത്തടിച്ച മറുപടിയിൽ ധന്യ സന്തോഷവതിയായി. ദേവൂട്ടിക്ക് എത്ര മാർക്കുണ്ടായിരുന്നു മോളെ +2 തരത്തിൽ? വല്യമ്മയ്ക്കാണെങ്കിൽ മരുമകളുടെ മുന്നിൽ തോറ്റു കൊടുക്കാനുള്ള മനസ്സില്ലായിരുന്നു. ദേവ പക്ഷേ ചിരിച്ചതല്ലാതെ മറുപടിയൊന്നും ആരോടും പറഞ്ഞില്ല. നന്ദൻ ഒറ്റൊരു പുച്ഛഭാവത്തിൽ അവളെ നോക്കി. അത് കണ്ടതും ദേവു മുഖം കുനിച്ചു. എന്തായാലും എൻ്റെ കുട്ടി ഇത്രയ്ക്ക് കേമമായ സദ്യ ഉണ്ടാക്കി തന്നതിന് ഞങ്ങളുടെ വീതം ഈ സമ്മാനം വയ്ക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗുപ്തൻ നായരും സരസ്വതി അമ്മയും കൂടി ഒരു ജ്വല്ലറി ബോക്സ് എടുത്തു കൊടുത്തു. ദേവൂട്ടി അതീവ സന്തോഷത്തോടെ അത് തുറന്നു നോക്കി. ഒരു ലക്ഷ്മി വളയായിരുന്നു അതിൽ. ധന്യയ്ക്കും നന്ദനും മാത്രം അത് ഇഷ്ടമായില്ല. ദേവൂട്ടി, ഇതാണ് എൻ്റെ കുട്ടിക്കുള്ള ഓണസമ്മാനം കേട്ടോ. അവളുടെ കവിളിലൊരു മുത്തം നൽകിക്കൊണ്ട് സരസ്വതിയമ്മ മകനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു. ഉച്ച കഴിഞ്ഞപ്പോൾ ദേവുവിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും എത്തി. ലച്ചി ചേച്ചി കൂടുതൽ സുന്ദരിയായി എന്ന് ദേവൂട്ടിക്ക് തോന്നി. പണ്ടത്തേക്കാൾ കൂടുതൽ വെളുത്ത് തുടുത്ത് കവിളൊക്കെ ചുവന്നു. അച്ഛൻ്റെ കയ്യിൽ തൂങ്ങി വരുന്ന ദേവുവിനെ കണ്ടതും നന്ദന് കലി കയറി. നന്ദൻ ഇത്തിരി തടി വെച്ച് കേട്ടോ. ദേവൂട്ടി പഴയ പോലെ തന്നെ, ഒരു മാറ്റവുമില്ല. ലച്ചു പറഞ്ഞതും നന്ദൻ്റെ മുഖം ഇരുണ്ടു. ദേവു അപ്പോഴും ഒന്നും മിണ്ടാതെ നിന്നത് മാത്രം. എല്ലാവരും കൂടെ അന്ന് ആകെ ഉത്സാഹത്തിമിർപ്പിലായിരുന്നു. ദേവൂട്ടിക്ക് അവളുടെ അച്ഛൻ ഒരു ചുരിദാർ എടുത്തിരുന്നു. അത് മേടിച്ചപ്പോൾ അവളുടെ മുഖമേറെ പ്രകാശിച്ചു. ദേവൂട്ടിയും വളരെ സന്തോഷത്തിലാണ്. നന്ദൻ എന്നോട് സംസാരിക്കാറൊന്നുമില്ല അല്ലേ?
ദേവൂട്ടിയോട് ഇടയ്ക്കിൽ വെച്ച് ചോദിച്ചു. ചേച്ചിക്ക് തോന്നുക ഏട്ടൻ പഞ്ചപോവാണ്. ദേവു മറുപടിയും കൊടുത്തു. അന്ന് രാത്രിയിൽ നന്ദൻ അശോകുമായിട്ട് സംസാരമൊക്കെ കഴിഞ്ഞ് കിടക്കാൻ വന്നപ്പോൾ ദേവു ആകെ തളർന്നുറങ്ങിയിരുന്നു. ഹരിസാറിൻ്റെ കാര്യം എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കാൻ പലതവണ ഒരുങ്ങിയെങ്കിലും പേടി കാരണം അവൾ മൗനം പൂണ്ടിരുന്നു. പിറ്റേ ദിവസം നന്ദന് കാപ്പി കൊടുക്കാൻ വന്നപ്പോൾ ദേവു റൂമിൽ നിന്ന് ഇറങ്ങാതെ മടിച്ചു നിൽക്കുകയാണ്. എന്താടി, എന്താ നീ നിന്ന് പരങ്ങുന്നത്? നന്ദൻ അവളോട് ദേഷ്യപ്പെട്ടു. ഒരു കാര്യം പറയാനുണ്ട് നന്ദേട്ടാ, അവൾ പതിയെ പറഞ്ഞു. ഇന്ന് ഡാൻസ് കളിക്കാതെ കാര്യം പറയടി. നന്ദൻ എഴുന്നേറ്റു. അവന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അത് നന്ദേട്ടാ, അച്ഛൻ ചോദിച്ചു എന്നോടുകൂടി നാട്ടിലേക്ക് വരുന്നുവെന്ന്. എന്നെ കൂടെ വിടാമോ അവരുടെ കൂടെ? ദേവു നന്ദനെ നോക്കി. വേണ്ട, നീ തൽക്കാലം എങ്ങോട്ടും പോകുന്നില്ല. നിന്നെ ഇവിടേക്ക് താലി കെട്ടിക്കൊണ്ടുവന്നത് ഞാനാണെങ്കിൽ എനിക്ക് നിന്നെ അനുസരിപ്പിക്കാനും അറിയാം. അതല്ല നന്ദേട്ടാ, അമ്പലത്തിൽ ഉത്സവമാണ്, അതൊന്നും കൂടാമെന്ന് കരുതി. നീ ചെന്നില്ലെന്ന് കരുതി ഉത്സവത്തിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ലടി. അത് ഭംഗിയായി തന്നെ നടക്കും. പിന്നെ പോകേണ്ട സമയമാകുമ്പോൾ നന്ദു നിന്നെ പറഞ്ഞു വിടും. അന്നല്ലാതെ ഇവിടെ നിന്നൊരു പടിയിറക്കം ആഗ്രഹിക്കേണ്ട. അതും പറഞ്ഞുകൊണ്ട് നന്ദൻ ബാത്റൂമിലേക്ക് കയറിപ്പോയി. ഒരു തവണ കൂടി ചോദിച്ചെങ്കിലും അവൾക്ക് നിരാശയായിരുന്നു ഫലം. ഞാൻ പറഞ്ഞല്ലോ ദേവു, ഡിവോഴ്സ് റെഡിയായി കഴിഞ്ഞ പോയിക്കോളൂന്ന്. ഒപ്പിട്ട് തന്നാലല്ലേ പറ്റൂ. തന്നില്ലേ നന്ദേട്ടൻ എന്ത് ചെയ്യും? കേസ് കൊടുക്കുവോ? അത്രയും ദിവസം പൂച്ചയെപ്പോലെ നിന്നവളാണ്. നന്ദൻ ഒരു വേള അവളെ ഒന്ന് നോക്കി. എന്നെ കളഞ്ഞിട്ട് വെളുത്ത സുന്ദരിക്കുട്ടിയെ കെട്ടാനാണെങ്കിൽ വെറുതെയാ. ആ വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചേക്ക് പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി ഓടി. നന്ദനാണെങ്കിൽ അന്തിച്ച് നിന്നുപോയി. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അതിഥികളെല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി. ദേവുട്ടിക്ക് അവരുടെ ഒപ്പം പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ നന്ദൻ്റെ സമ്മതം കിട്ടാഞ്ഞതുകൊണ്ട് അവൾ അവരുടെ ഒപ്പം പോയില്ല. അവരുടെ വണ്ടി കടന്നു പോയതും ദേവു വിങ്ങുന്നു നെഞ്ചോടെ റൂമിലേക്ക് പോയി. നന്ദൻ റൂമിലേക്ക് കയറി വന്നപ്പോൾ കാണുന്നത് ചുവരിൽ ചാരി നിന്ന് കരയുന്ന ദേവുവിനെയാണ്. എന്താടി നിന്ന് പോകുന്നത്? നാട്ടിലേക്ക് വിടാത്തത് കൊണ്ടാണോ? ഒട്ടൊരു പുച്ഛത്തോടെ അവൻ ദേവുവിനെ നോക്കി. എന്നെ ഇഷ്ടമല്ലാത്ത ആളല്ലേ, എന്നോട് വെറുപ്പും പകയുമല്ലേ, പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെയിട്ട് ക്രൂശിക്കുന്നത്? ഒരു തെറ്റും ഞാൻ ചെയ്തില്ലല്ലോ ഏട്ടനോട്. ഏട്ടനെ പറഞ്ഞു പറ്റിച്ചത് ലച്ചു ചേച്ചിയല്ലേ? ആ ചേച്ചിയോട് പോലും ഏട്ടന് കാര്യമാണ്, എന്നെയല്ലേ കാണരുതാത്തത്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അതും പറഞ്ഞ് ചുവരിലൂടെ ഊർന്നിറങ്ങി നിലത്തേക്കിരുന്നു. എന്നിട്ട് മുട്ടിന്മേൽ മുഖം പൂഴ്ത്തിയിരുന്ന് തേങ്ങി. നന്ദനാണെങ്കിൽ അതിന് മറുപടി ഒന്നും നൽകാതെ കൊണ്ട് പുറത്തേക്കിറങ്ങിപ്പോയിരുന്നു. ദിവസങ്ങളും മാസങ്ങളും പിന്നിട്ടെങ്കിലും നന്ദൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവുമില്ലായിരുന്നു. എന്നാൽ ബാക്കിയുള്ളവരോട് ആരോടും അവന് യാതൊരുവിധ ദേഷ്യവുമില്ല താനും. അച്ഛനോടും അമ്മയോടും ഒക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറുന്നത് കാണുമ്പോൾ ദേവൂട്ടി കൊതിയോടെ നോക്കി നിൽക്കും. ഒരിക്കലെങ്കിലും തന്നെ ഇങ്ങനെയൊക്കെ സ്നേഹിക്കുമോ, സംസാരിക്കുമോ? പലപ്പോഴും അവൾ ഓർക്കും. ഇതിനോടിടയ്ക്ക് ഒരു തവണ പോലും നന്ദൻ ദേവൂട്ടിയെ അവളുടെ വീട്ടിലേക്ക് അയച്ചതുമില്ല. ദേവൂട്ടി ഒന്നിനും ഒരു പരാതിയോ പരിഭവമോ പറയാതെ കൊണ്ട് അവിടെ ഒതുങ്ങിക്കഴിഞ്ഞു. ഒരു ദിവസം കാലത്തെ ദേവു എഴുന്നേറ്റപ്പോൾ നന്ദൻ കിടക്കയിലില്ല. ഇത്ര നേരത്തെ എവിടെ പോയി ഏട്ടൻ എന്നോർത്തുകൊണ്ട് ദേവു വേഗം എഴുന്നേറ്റ് വെളിയിലേക്ക് ചെന്നു. നോക്കിയപ്പോൾ നന്ദൻ എങ്ങോട്ടോ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ, മോൾ എഴുന്നേറ്റല്ലേ? മോനെ, എങ്കിൽ പിന്നെ നിന്റെ ഒപ്പം ദേവൂട്ടിയെ കൂടെ കൊണ്ടുപോകും. അമ്മ പറഞ്ഞത് കേട്ടുകൊണ്ട് അവൾ ഇറങ്ങി വന്നു. അവൾ ചോദ്യഭാവത്തിൽ അമ്മയെ നോക്കി. ഇന്ന് നന്ദൻ്റെ പിറന്നാളാണ് ഊട്ടി, അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ പറഞ്ഞു. അത് കേട്ടതും നിറപുഞ്ചിരിയോട് കൂടി അവൾ നന്ദനെ നോക്കി. മോളൂടി പോകുന്നോ? അമ്മ ചോദിച്ചു. ദേവു അതീവ സന്തോഷത്തോടെ അനുവാദത്തിനായി നന്ദനെ നോക്കി. അമ്മേ, ഞാൻ ഇറങ്ങാം കേട്ടോ, എനിക്കിന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ് എന്നും പറഞ്ഞ് നന്ദൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ദേവുവിൻ്റെ മിഴികൾ നിറഞ്ഞു വന്നു. അവൾ മുഖമുയർത്തിയില്ല. സാരമില്ല കുട്ടി, അവൻ പോയി വരട്ടെ, തിരക്കുണ്ടാവും കേട്ടോ എന്നും പറഞ്ഞ് സരസ്വതി അവളെ സമാധാനിപ്പിച്ചു. മറുപടിയായി അവരെ നോക്കി അവളൊന്ന് പുഞ്ചിരിച്ചു. ഉച്ചയ്ക്ക് ശേഷം നന്ദൻ വന്നപ്പോൾ ദേവു അവനിഷ്ടമുള്ള പാലട പ്രഥമനാണ് ഉണ്ടാക്കി വെച്ചിരുന്നത്. ഗുപ്തൻ നായരും സരസ്വതിയമ്മയും കൂടി എന്തോ ഷോപ്പിങ്ങിന് പോയതാണ്. അമ്മ എവിടെ? ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നന്ദൻ ഭാര്യയോട് തിരക്കി. നാളെ നിരുപമയുടെ കല്യാണത്തിന് പോകേണ്ടതുകൊണ്ട് അവർ എന്തൊക്കെയോ മേടിക്കുവാനായി പോയതാണ്, അവൾ മറുപടി കൊടുത്തു. തിരുവനന്തപുരം വരെ പോകണം സരസ്വതിക്കും ഭർത്താവിനും അവരുടെ ബന്ധുവിൻ്റെ കല്യാണത്തിന്. നന്ദൻ ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയി. ആകെ വല്ലപ്പോഴും 1-2 വാചകങ്ങളാണ് ചോദിക്കുന്നത്.
താൻ കഴിച്ചോ എന്ന് ഒരിക്കൽ പോലും ഏട്ടൻ ചോദിച്ചിട്ടില്ല. അവൾ നന്ദൻ്റെ പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ടുപോയി കഴുകി വെച്ചു. അമ്മയുണ്ടാക്കിയ പായസത്തിന് നല്ല ടേസ്റ്റാണ്, ഒരു ഗ്ലാസും കൂടി കുടിക്കാം എന്ന് ഓർത്തുകൊണ്ട് നന്ദൻ അടുക്കളയിൽ ചെന്നപ്പോൾ ദേവു അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അവനെ കണ്ടതും അവൾ പിടഞ്ഞെഴുന്നേറ്റു. നന്ദൻ ഒന്നും മിണ്ടാതെ പോയി പായസം എടുത്തുകൊണ്ട് പോയി. നിനക്ക് ഡൈനിങ് റൂമിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കാൻ വയ്യേ? വാലിക്കാരുടെ കൂട്ടിരിക്കാതെ. അടുക്കളയുടെ വാതിൽക്കൽ ചെന്നിട്ട് നന്ദൻ ചോദിച്ചു. അവൾ പക്ഷെ ഒന്നും തിരിച്ചു പറഞ്ഞില്ല. സരസ്വതിയമ്മയും ഗുപ്തൻ നായരും വന്നപ്പോൾ നന്ദൻ ഉച്ചമയക്കത്തിലായിരുന്നു. മകനെ അമ്മ വിളിച്ചുണർത്തിക്കൊണ്ട് വന്നു. ദേവു അപ്പോൾ കേക്ക് എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. എല്ലാ വർഷവും ഞങ്ങൾ 3 പേരും ഉള്ളു കേട്ടോ ദേവുട്ടി കേക്ക് കട്ടിയാൻ, ഇപ്പോൾ ഒരാളും കൂടിയായി എന്നും പറഞ്ഞ് സരസ്വതിയമ്മ മകനുമായി ഇറങ്ങി വന്നു. നന്ദൻ കേക്ക് മുറിച്ചപ്പോൾ അച്ഛനും അമ്മയും കൂടി മകനു വായിൽ വെച്ച് കൊടുത്തു. അവൻ തിരിച്ചും കൊടുത്തു. ഇരുവരും മാറി മാറി അവൻ്റെ കവളിൽ ഉമ്മ വെക്കുന്നത് നോക്കി ദേവു ഒരു നനുത്ത പുഞ്ചിരിയോടെ നിന്നു. ദേവു മോളെ, ഇത് നന്ദന് കൊടുക്ക് എന്നും പറഞ്ഞ് അമ്മ ഒരു കഷ്ണം എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. നന്ദൻ പെട്ടെന്ന് തിരിഞ്ഞു പോകാൻ തുടങ്ങിയതും അമ്മ അവൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു. നീ എങ്ങോട്ടായി ഓടുന്നത്? അവിടെ നിൽക്കടാ മോളെ, ഇത് കൊടുക്ക് അവർ പറഞ്ഞു. ദേവു നോക്കിയപ്പോൾ നന്ദൻ താല്പര്യമില്ലാത്ത മട്ടിൽ മുഖം തിരിച്ചു. സാരല്ലമ്മേ, അച്ഛനും അമ്മയും കൊടുത്തല്ലോ, അത് മതി എന്നും പറഞ്ഞ് ദേവു ആ കേക്ക് കഷ്ണം അവിടെ വെച്ചു. ദേവൂട്ടി ഉണ്ടാക്കിയ പാലടപ്രഥമൻ സൂപ്പറാണ് കേട്ടോ. ഗുപ്തൻ നായർ മരുമകളെ അഭിനന്ദിച്ചപ്പോഴാണ് നന്ദൻ അറിഞ്ഞത് അത് ദേവു ഉണ്ടാക്കിയതാണെന്ന്. പിറ്റേ ദിവസം കാലത്തെ നന്ദനോട് അമ്മ പറഞ്ഞു, മോനെ ഇന്ന് നേരത്തെ വന്നേക്കണം കേട്ടോ, ദേവൂട്ടി തനിച്ചേ ഉള്ളൂ എന്ന്. അവർ രണ്ടുപേരും കൂടി കല്യാണത്തിന് പോകുക എന്നുള്ളത് നന്ദൻ അറിയാമായിരുന്നു. ഉച്ചയോടുകൂടി അമ്മയും അച്ഛനും ദേവൂട്ടിയോട് യാത്ര പറഞ്ഞു പോയി. ഫോണടിക്കുന്ന ശബ്ദം കേട്ട് ദേവു നോക്കിയപ്പോൾ ലച്ചു ചേച്ചിയാണ് വിളിക്കുന്നത്. ചേച്ചി ഒരു സന്തോഷ വർത്താനം പറയാൻ വിളിച്ചതാണ്, അവളൊരു അമ്മയാകുന്നുവെന്ന്. ദേവു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അച്ഛനും അമ്മയും വരുന്നതിൻ്റെ കൂടെ ദേവൂട്ടിയോടും ബാംഗ്ലൂർക്ക് വരാൻ ലച്ചു പറഞ്ഞു. അവൾ വരാമെന്നും സമ്മതിച്ചു. എന്നും 3 മണിയാകുമ്പോൾ വരുന്ന നന്ദൻ അന്ന് വൈകിട്ട് 8 മണിയായിട്ടും എത്തിയില്ല. ദേവൂട്ടിക്ക് പേടിയാവാൻ തുടങ്ങി. അവൾ ഫോൺ എടുത്ത് നന്ദനെ വിളിച്ചു. ഹലോ നന്ദേട്ടാ, എവിടെ എത്തി? ഞാൻ കാണാഞ്ഞത് കൊണ്ട് വിളിച്ചതാ. അതിന് അവൻ മറുപടി പറയും മുന്നേ മുറ്റത്ത് അവൻ്റെ കാറ് വന്നു നിന്നത് അവൾ അറിഞ്ഞു. ഓടിപ്പോയി അവൾ വാതിൽ തുറന്നു. നന്ദൻ അകത്തേക്ക് കയറി വന്നു. ഏട്ടൻ കുടിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം പോലെ ദേവുവിന് തോന്നി. കുളികൾ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് അവൻ TV കണ്ടുകൊണ്ട് കിടക്കുകയാണ്. അപ്പോഴാണ് അശോക് ഫോൺ വിളിച്ച് നന്ദനോട് വിവരങ്ങളൊക്കെ പറഞ്ഞത്. ഓ കൺഗ്രാറ്റ്സ് അശോക്. കുറച്ച് സമയം സംസാരിച്ച ശേഷം അവൻ ഫോൺ കട്ട് ചെയ്തു. ദേവു പതിയെ നന്ദൻ്റെ അടുത്തേക്ക് വന്നു. അച്ഛനും അമ്മയും കൂടി മറ്റന്നാൾ ലച്ചു ചേച്ചിയുടെ അടുത്ത് പോകുവാണ്, ഞാനും കൂടി പൊക്കോട്ടെ? ചേച്ചിക്ക് വിശേഷമുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു, എന്നെയും കൂടി വിടാമോ? അവൾ ചോദിച്ചു. നീ പൊയ്ക്കോടി, പക്ഷെ അവിടെ കൂടിക്കോണം, പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നേക്കരുത്, നന്ദൻ എടുത്തടിച്ചതുപോലെ പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ ഞാൻ മടങ്ങി വരാട്ടാ, അതിൽ കൂടുതൽ ഒറ്റ ദിവസം പോലും നിൽക്കില്ല, ഉറപ്പ്, അവൾ പറഞ്ഞു. നീ തൽക്കാലം ഒരിടത്തും പോകുന്നില്ല. നന്ദൻ ടി വി ഓഫ് ചെയ്തിട്ട് എഴുന്നേറ്റു. എന്താ നന്ദേട്ട ഇങ്ങനെ? എനിക്ക് എൻ്റെ വീട്ടിലൊന്ന് പോകാൻ എത്രമാത്രം ആഗ്രഹമുണ്ടെന്ന് അറിയുമോ? നിന്റെ ആഗ്രഹമൊക്കെ നീ തൽക്കാലം നിന്റെ മനസ്സിൽ വെച്ചാൽ മതി. ഞാൻ അച്ഛനോടും അമ്മയോടും ചോദിച്ചിട്ട് പോകും. വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര നാളായി, എൻ്റെ വീട്ടിൽ പോലും ഞാനൊന്ന് പോയില്ല. പക്ഷേ ഇത് അതുപോലെയല്ല കേട്ടോ, എനിക്ക് എൻ്റെ ചേച്ചിയെ കാണണം, ദേവു പറഞ്ഞു. നീ പോകോടി. നന്ദൻ അവളുടെ നേർക്ക് ചെന്നു. പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം, ദേവു അവനെ നോക്കി പറഞ്ഞു. നന്ദൻ്റെ വലതുകരം ദേവുവിൻ്റെ കരണത്തിൽ പതിഞ്ഞത് പെട്ടെന്നായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അടിയിൽ ദേവു കസേരയിലേക്ക് വീണുപോയി. അവൾക്ക് കുറച്ചു നേരമിഷത്തേക്ക് അവളുടെ കേൾവി പോലും നഷ്ടപ്പെട്ടതായി തോന്നി. വല്ലാത്തൊരു പുകച്ചിലാണ് കവിൾത്തടത്തിലെന്ന് തോന്നി. ഒപ്പം തേനീച്ച മൂളം പോലെ ഒരു മൂളലും. എന്തിനാണ് ദൈവം എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഒരു തെറ്റും ചെയ്യാത്ത എനിക്ക് എന്തെല്ലാം വേദനകളാണ് ഈശ്വര നീ തന്നത്? അവൾക്ക് സങ്കടം സഹിക്കാനായില്ല. എത്ര സമയം അവിടെ കിടന്ന് കരഞ്ഞു എന്നത് അവൾക്കറിയില്ലായിരുന്നു. എല്ലാത്തിനും കാരണക്കാരായവർ സന്തോഷം കൊണ്ട് മതിമറന്ന് ജീവിക്കുന്നു. അത് ഇരട്ടിയാക്കുവാൻ വേണ്ടി ഒരു കുഞ്ഞിനെയും കൂടി കൊടുത്തു. തൻ്റെ വിധിയോ വാക്കുകൾ കൊണ്ടുള്ള പ്രഹരമായിരുന്നു ഇതുവരെയെങ്കിൽ ഇപ്പോൾ അതിനും സ്ഥാനക്കയറ്റം ലഭിച്ചു. കരഞ്ഞ് തളർന്നു കിടക്കുകയാണ് ദേവൂട്ടി. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ അടിച്ചു പോയതാവും നന്ദേട്ടൻ.
ഒടുവിൽ ആ പാവം പെണ്ണ് അങ്ങനെ വിശ്വസിച്ചു. അന്ന് രാത്രിയിലും ദേവുട്ടിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. ഇത്രയും നാളായിട്ടും തൻ്റെ അച്ഛൻ പോലും ഒരു അടി തരേണ്ട ആവശ്യം തനിക്കുണ്ടായില്ല. ആദ്യമായിട്ടാണ് ഒരാൾ, അതും തൻ്റെ ഭർത്താവ്, മുഖം തിരിച്ചു നോക്കിയപ്പോൾ കണ്ട് സുഖമായി ഉറങ്ങുന്നവനെ. അവൻ്റെ ഫോൺ നിർത്താതെ ബെല്ലടിച്ചപ്പോൾ ദേവു അതെടുത്തു നോക്കി. ഡോക്ടർ അരുൺ എന്നാണ് തെളിഞ്ഞു വന്നത്. അവൾ ഫോൺ എടുത്ത് ചെവിയോടെ ചേർത്ത് വെച്ചു. ഹലോ നന്ദൻ, നീ എവിടെയാണ്? വൈഫ് തന്നെയുള്ളൂ എന്നും പറഞ്ഞ് നീ പെട്ടെന്ന് പോയിന്ന് മിഥുൻ പറഞ്ഞല്ലോടാ. ഹലോ, ഞാൻ ദേവികയാണ്. ഏട്ടൻ ഉറങ്ങിയില്ലോ? വിളിക്കണോ സർ? ഓ വേണ്ട വേണ്ട, ഇറ്റ്സ് ഓക്കെ. ഞാനിവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് നന്ദൻ വീട്ടിലേക്ക് പെട്ടെന്ന് പോയെന്നുള്ളത്. അതുകൊണ്ട് ജസ്റ്റ് വിളിച്ചതാണ്. ഓക്കെ, നാളെ ഞാൻ പറയാം സാറിനെ വിളിക്കാൻ എന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്തു. ഉറക്കം വരാതെ വീണ്ടും തിരിഞ്ഞും മറിഞ്ഞും അവൾ കിടന്നു. രാവിലെ അലാറം അടിക്കുന്നത് കേട്ടാണ് നന്ദൻ കണ്ണു തുറന്നത്. അന്നും ദേവിക ഉണർന്ന് താഴേക്ക് പോയിരുന്നു പതിവ് പോലെ. നന്ദൻ പതിയെ എഴുന്നേറ്റിരുന്നു. ഈശ്വര, ഇന്നലെ രാത്രി എന്തൊക്കെയാണ് സംഭവിച്ചത്? അവൻ പെട്ടെന്നോർത്തു. ഇന്നലെ ഡോക്ടർ മിഥുനുമായിട്ട് പാർട്ടി ഉണ്ടായിരുന്നതും താൻ ഇത്തിരി ഡ്രിങ്ക്സ് കഴിച്ചതുമെല്ലാം അവൻ ഓർത്തു. അതിനേക്കാൾ ഉപരി ദേവികയോട് താൻ വഴക്കിട്ടതും അവൾക്കിട്ട് അടി കൊടുത്തതുമാണ് അവനെ ഏറെ വിഷമിപ്പിച്ചത്. ഛേ, താൻ ഇത്രയ്ക്ക് ചീപ്പായി പോയല്ലോ. അവന് തന്നോട് തന്നെ പുച്ഛം തോന്നി. ഇനി എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും എന്നോർത്തപ്പോൾ അവൻ കിടക്കയിൽ തന്നെ ഇരുന്നു. ദേവ് കോഫിയുമായി കയറി വരുന്നത് അവൻ കണ്ടു. അവൾ കോഫി കൊണ്ടുവന്ന് വെച്ചിട്ട് വേഗം പിന്തിരിഞ്ഞ് ഇറങ്ങിപ്പോയി. കുളി കഴിഞ്ഞ് അവൻ ഇറങ്ങി വന്നപ്പോൾ അവൻ ഏറെ പ്രിയപ്പെട്ട അപ്പവും മുട്ടക്കറിയും അവൾ എടുത്ത് ടേബിളിൽ വെച്ചു. ദേവുവിൻ്റെ കവിളിൽ നന്ദനടിച്ച പാട് തിണർത്ത് കിടന്നിരുന്നു. ഒരുപാട് കരഞ്ഞുവെന്ന് മുഖം കണ്ടാൽ അറിയാം. ദേവിക, ഐ എം സോറി. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നതുകൊണ്ടാണ് കേട്ടോ. സോറി. ഒരു തരത്തിൽ അവൻ പറഞ്ഞൊപ്പിച്ചു. സാരല്ലേട്ടാ. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ അവൻ കഴിച്ച പാത്രങ്ങൾ എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. അവൻ ഇന്ന് ഹോസ്പിറ്റലിൽ വിളിച്ച് ലീവാണെന്ന് പറഞ്ഞു. ആകെ ഒരു ഉന്മേഷക്കുറവായിരുന്നു അവന്. ദേവു ആണെങ്കിൽ അവന് മുഖം പോലും കൊടുക്കാതെ മാറി മാറി നടന്നു. അന്ന് വൈകിട്ട് മാധവ വാര്യർ മകളെ വിളിച്ചു. മോളെ, നീ നാളെ എപ്പോൾ വരും ഇങ്ങോട്ടേക്ക്? നന്ദൻ നിന്നെ വണ്ടി കയറ്റി വിടുവോ? അയാൾ ചോദിച്ചു. അച്ഛനെ നന്ദേട്ടൻ വിളിച്ചിരുന്നോ? അവൾക്ക് ഒന്നും മനസ്സിലായില്ല. നന്ദൻ വിളിച്ചിരുന്നു, മോളെയും കൊണ്ടുവെക്കാൻ കൊള്ളാൻ പറഞ്ഞു. നാളെ മോൾ ഇങ്ങോട്ട് വാ കേട്ടോ, അച്ഛൻ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കാം. അച്ഛൻ്റെ വാക്കുകൾ അവൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. പിറ്റേ ദിവസം കാലത്ത് നന്ദൻ ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയായി വന്നപ്പോൾ ദേവികയെ ഉറക്കെ വിളിച്ചു. 10 മണിയാകുമ്പോൾ ഞാൻ വണ്ടി അയക്കാം. നീ അതിന് കയറി ഹോസ്പിറ്റലിൽ വന്നാൽ മതി. ഞാൻ നിൻ്റെ ബസ് കയറ്റി വിടാം. നന്ദൻ അവളെ നോക്കി പറഞ്ഞു. ഞാൻ പോകുന്നില്ല നന്ദേട്ടാ, ചേച്ചി നാട്ടിൽ വരുമ്പോൾ കണ്ടോളാം. അവൾ അലക്ഷ്യമായി പറഞ്ഞു. ദേവികെ, ഞാൻ അപ്പോൾ ഉണ്ടായ ദേഷ്യത്തിൻ്റെ പുറത്ത് അടിച്ചു പോയതാണ്. ഇയാളത് കാര്യമാക്കണ്ട. ചേച്ചിയെ കണ്ടിട്ട് വാ എന്നും പറഞ്ഞ് അവളുടെ മറുപടി കാക്കാതെ അവൻ വെളിയിലേക്ക് ഇറങ്ങി. ദേവു സരസ്വതിയമ്മയെ ഫോണിൽ വെച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. അവരും പറഞ്ഞു പോയിട്ട് വരുവാൻ. 10 മണിയാകുന്നതിന് മുൻപേ നന്ദൻ നേരിട്ട് വരുകയായിരുന്നു കാറിൽ. അവൻ അവളെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയി നാട്ടിലേക്കുള്ള ബസ് കണ്ടുപിടിച്ച് അതിൽ കയറ്റിയിരുത്തി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ് നന്ദൻ കാറിൽ കയറി ഹോസ്പിറ്റലിലേക്ക് പോയി. ആദ്യമായി നന്ദനെ പിരിയുന്നതാണ്. അവൾക്ക് വല്ലാത്ത വേദന മനസ്സിൽ തോന്നി. തന്നോട് എത്ര അകൽച്ച കാണിച്ചാലും ആ ആളാണ് തൻ്റെ മനസ്സിൽ നിറയെ.